2026 മെയ് മാസം നമ്മൾ കണ്ടിട്ടുള്ളൊരു പുതിയ മൂവ്മെൻ്റാണ് CJP. ഈ CJPക്ക് എന്തുകൊണ്ട് ഇത്ര ആനുകാലിക പ്രാധാന്യമുണ്ടെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ടാണ് CJPയുടെ ഒരു മുന്നേറ്റം വരുന്നത്. 20 മില്യൺ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയാസിലാണ്. ഇന്ത്യയുടെ നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 1400+ മില്യനാണ്. അപ്പോൾ 20 മില്യൺ ഇൻ എ വീക്ക് ടൈം ഫോളോവേഴ്സൊക്കെ വരാമെന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നുള്ളല്ലോ. ഇത് പേടിക്കേണ്ട ഒരു കാര്യമാണോ അതോ പ്രതീക്ഷ അർപ്പിക്കേണ്ട ഒരു കാര്യമാണോ ഒന്നും നമുക്ക് പറയാറായിട്ടില്ല ആക്ച്വലി. കാരണം നമ്മുടെ യൂത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്ന് ഔട്ട്ബേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് CJP എന്ന് പറയുന്നത്. എത്രത്തോളം അത് മുന്നോട്ട് പോകുന്നു, എത്രത്തോളമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്, എത്രത്തോളം ആളുകൾ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് പോകുന്നുണ്ട്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ഫ്യൂച്ചർ നോക്കുന്നത്. എല്ലാവരും വളരെയധികം ഉറ്റുനോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം ഉറ്റുനോക്കാൻ കാരണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു പ്രതിഭാസമാണ് ഓൺലൈനിൽ. പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്, നെഗറ്റീവായിട്ടും കാണുന്നുണ്ട്. പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് വാല്യൂവിന് ഒരു ആക്കം കൂട്ടുന്നൊരു പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. അതായത് ഡെമോക്രസീനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിക്ക് ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോം പോലെ ഇതിനെ കാണുന്ന ആളുകളുണ്ട്. അതായത് ഒരു ഏകാധിപത്യ ഭരണം അല്ലെങ്കിൽ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാതെ ഭരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു വാർണിംഗ് കൊടുക്കുന്നത് പോലെ കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ് എന്നറിയാത്ത ആളുകളുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയില്ല എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളതും എങ്ങനെയാണത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളതും. ആ ഇൻറ്റൻഷൻ ഒരു പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ എക്സാക്റ്റ് ഇൻറ്റൻഷൻ മനസ്സിലായാൽ മാത്രമാണ് ഇത് ഇന്ത്യക്ക് ഗുണകരമാവുമോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ നമ്മുടെ വോട്ടേഴ്സിൽ 35% വോട്ടർമാർ, അതായത് 18 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള ആളുകൾ 35% വോട്ടേഴ്സാണ്. അത് ഒന്നും കൂടി നമ്മളൊന്ന് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് വരെ ഉള്ള വോട്ടർമാരെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വോട്ടേഴ്സിൽ 40% വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ് എന്തായിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള ഗതികൾ എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു ഔട്ട്ബേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഓണർഷിപ്പ് എടുക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പറയും ജെൻസി റെപ്രസെൻറ്റേഷൻ ആണെന്നൊക്കെ പറയും, പക്ഷേ ഒരു ഔട്ട്ബേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഓണർഷിപ്പും ആരും എടുക്കില്ല. ടോട്ടലി അൺഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ വരുന്നത് വരെ ഇതിൽ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനും പറ്റില്ല, എന്നാൽ ഇതിനെ കണ്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല. സോ വെയിറ്റ് ചെയ്യാണ് ടെക് ലോകവും അതുപോലെ തന്നെ യങ് ജനറേഷൻ, ദെൻ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാം വിൽ വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.